ഹൈന്ദവ സംസ്കാരത്തെയും വിശ്വാസത്തെയും വീണ്ടും അവഹേളിച്ച SFI മലപ്പുറം തിരൂരിലെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിനെതിരെയാണ് SFI രംഗത്തു വന്നത്. ഹൈന്ദവ സമൂഹം ആരാധിക്കുന്ന ശ്രീരാമനെ അധിക്ഷേപിച്ച് ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, ഹൈന്ദവ സംസ്കാരത്തെയും വിശ്വാസത്തെയും അവഹേളിക്കുന്ന നടപടി വീണ്ടും SFI ആവർത്തിച്ചിരിക്കുകയാണ്. ഇത്തവണ മലപ്പുറം തുരൂരിലെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ ഏത് രീതിയിലുള്ള അവഹേളനമാണ് ഉണ്ടായിരിക്കുന്നത്? ആ ഫ്ലക്സ് ബോർഡിന്റെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു? രോഹിണി, മലയാളം സർവകലാശാലയിൽ സംഘടിപ്പിച്ച സെമിനാറിനെതിരെയാണ് SFI രംഗത്ത് വന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം രാമായണ മാസം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സെമിനാറാണ് സംഘടിപ്പിച്ചിരുന്നത്. ഈ സെമിനാറിനെതിരെയാണ് SFI രംഗത്ത് വന്നിരിക്കുന്നത്. മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു ഇവിടെ സെമിനാർ സംഘടിപ്പിച്ചത്. ഈ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ശിവപ്രസാദ് ആയിരുന്നു. ഇദ്ദേഹം സംസാരിക്കുമ്പോഴാണ് പ്രതിഷേധവുമായി SFI രംഗത്ത് വന്നത്. നിരവധി ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SFI വിദ്യാർത്ഥികൾ ഈ സമയത്ത് ഇവിടേക്ക് വന്നത്. പിന്നീട് ഈ സെമിനാർ അടക്കം അലങ്കോലപ്പെടുത്തുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായി. ഫ്ലെക്സ് ബോർഡിൽ ഹിന്ദു സമൂഹം, ഹിന്ദു വിശ്വാസികൾ ആരാധിക്കുന്ന ശ്രീരാമനെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അതായത് സനാതന ധർമ്മം അത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനല്ല, ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച വ്യക്തിയാണോ മര്യാദ പുരുഷോത്തമൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഫ്ലെക്സ് ബോർഡിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബോധപൂർവം തന്നെ ശ്രീരാമനെയും ഹിന്ദു വിശ്വാസത്തെയും ആചാരത്തെയും ഹൈന്ദവ സമൂഹത്തെയും മൊത്തത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള അവഹേളനമാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ സെമിനാറിനെ അലങ്കോലപ്പെടുത്തുന്ന ഇടപെടലും SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഏകദേശം ഒരു മാസത്തോളം ഈ കർക്കിടക മാസം പൂർണ്ണമായും നമ്മൾ രാമായണ മാസമായി ആചരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നിരവധി പരിപാടികൾ, സെമിനാറുകളും അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക പരിപാടികളും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി പല ഇടങ്ങളിലും നടക്കുന്നുണ്ട്. വീടുകളിലടക്കം അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് മലയാളിയുടെ സംസ്കാരത്തിൻ്റെ കൂടി ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു പരിപാടി മലയാളം സർവകലാശാലയിൽ സംഘടിപ്പിച്ചത്. മലയാളികളുടെ അഭിമാനമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ് തിരൂരിൽ ഇത്തരത്തിൽ ഒരു സർവകലാശാല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ശരി ശിവദാസ്, തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശിവദാസിലേക്ക് എത്താം. ഇപ്പോൾ ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ച അധ്യാപകനായ പ്രൊഫസർ ശിവപ്രസാദ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശിവപ്രസാദ്, മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന വിഷയത്തിലാണല്ലോ സെമിനാർ സംഘടിപ്പിച്ചത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ. ഇതിനെതിരെ ഫ്ലക്സ് ബോർഡുകളുമായി SFI വിദ്യാർത്ഥികൾ എത്തുകയായിരുന്നു. സീതയെ കാട്ടിലുപേക്ഷിച്ച രാമനാണോ മര്യാദ പുരുഷോത്തമൻ എന്ന് അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഈ രീതിയിലുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? വാസ്തവത്തിൽ ഈ പ്രതിഷേധം ഞാൻ അറിഞ്ഞത് സെമിനാർ കഴിഞ്ഞതിന് ശേഷമാണ്. സെമിനാർ നടക്കുമ്പോൾ ഇത്തരം പ്രതിഷേധങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് K. ജയകുമാർ സാറായിരുന്നു, മുൻ മലയാളം യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറും അതുപോലെ തന്നെ മുൻ ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ജയകുമാർ സാറാണ് വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്, ഉദ്ഘാടനം ചെയ്തിട്ട്. അതിനുശേഷം ദേശമംഗലം രാമകൃഷ്ണൻ മാഷ്, മലയാളത്തിലെ അറിയപ്പെടുന്ന അക്കാദമിക് പണ്ഡിതനും കവിയുമായിട്ടുള്ള ദേശമംഗലം മാഷാണ് രണ്ടാമതായിട്ട് മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം മൂന്നാമതായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ വിഷയം കേരളത്തിലെ രണ്ടാം ഭക്തി പ്രസ്ഥാനം, അതിൻ്റെ ചരിത്രവും ദർശനവും എന്ന വിഷയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ വളരെ അക്കാദമിക്കായ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് ഞാൻ വളരെ പക്വമായ രീതിയിൽ മറുപടിയും പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് സ്വാഭാവികമായിട്ടും എൻ്റെ മറുപടി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും അത് ചർച്ച അവിടെ അവസാനിച്ചു. അതിനുശേഷമാണ് ഈ പ്രതിഷേധവുമായിട്ട് അവർ വരുന്നത്. അപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അത് എനിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഈ സെമിനാറിനെതിരായിട്ടാണോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാനത് ഹോള് വിട്ടിറങ്ങുമ്പോഴാണ് അതിൽ ചില മുദ്രാവാക്യങ്ങൾ കേട്ടത്. അത് ഈ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരായിട്ടും രാമായണത്തിനെതിരായിട്ടും
തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്താണോ പറഞ്ഞത് അതിനെതിരായിട്ടുമുള്ള മുദ്രാവാക്യങ്ങളാണ് അവിടെ കണ്ടത്. അത് ഒരു അക്കാദമിക് സ്വഭാവത്തിന് യോജിച്ചല്ല എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് അക്കാദമിക്കായിട്ട് പ്രതികരിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഈ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ഇന്നലെ സംഭവിച്ചതിന്റെ രത്ന ചുരുക്കം ഇതാണ്. പ്രൊഫസർ ശിവപ്രസാദ്, ഒരു കാര്യം കൂടി. സാധാരണ രീതിയിൽ നമ്മൾ പല വിഷയങ്ങളെ സംബന്ധിച്ചും സെമിനാർ സംഘടിപ്പിക്കാറുണ്ട്. അത് ചരിത്രത്തെ ആസ്പദമാക്കിയാലും ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയായാലും ഒക്കെ വളരെ ആരോഗ്യകരമായ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ സാധാരണ സർവകലാശാലകളിൽ നടക്കുക പതിവാണ്. ഇപ്പോൾ രാമായണ മാസാചരണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന വിഷയത്തിലുള്ള സെമിനാറിന് പ്രസക്തിയുമുണ്ട്. അതിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും സംവാദം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കും നല്ലത് തന്നെയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്. പക്ഷേ അതിന് ശേഷമുണ്ടാകുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് രാമൻ മര്യാദാ പുരുഷോത്തമനല്ല എന്നുള്ള രീതിയിൽ ഫ്ലക്സ് ബോർഡുകൾ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് അത് പ്രദർശിപ്പിച്ച് അത്തരത്തിലുള്ള ഒരു പ്രവണത വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തുകൊണ്ടാണ്? കാരണം ഇത് ഒരു സെമിനാർ ആയിരുന്നു. സെമിനാറിൽ വിഷയം സശ്രദ്ധം കേൾക്കുകയും തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുകയും അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മറുപടികൾ കേൾക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഉദ്ദേശമെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ തയ്യാറാക്കി വെച്ചുകൊണ്ട് വരേണ്ട ആവശ്യകത ഇല്ലായിരുന്നല്ലോ. അപ്പോൾ SFI ഇത് മുൻകൂട്ടി കരുതി വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സെമിനാറിൽ മനഃപൂർവ്വമായി അലങ്കോലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അവിടെ എത്തിച്ചേർന്നതാണ് എന്നുള്ളൊരു അനുമാനത്തിലേക്ക് താങ്കൾ എത്തുന്നുണ്ടോ? സെമിനാർ അലങ്കോലപ്പെട്ടിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. സെമിനാർ കഴിഞ്ഞ ശേഷമാണ് ഈ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ പ്രതിഷേധം എന്ന് പറയുന്നത് അത് അക്കാദമിക് ആയിരുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പരാതി. പകരം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെരുവിൽ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആയിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു അക്കാദമിക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അകത്തുനിന്നുകൊണ്ട് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമായിരുന്നില്ല അത്. പകരം ഈ രാമനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ജയകുമാർ സർ വളരെ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിച്ചതാണ്. രാമൻ ആരാണ് എന്താണെന്ന് അവതരിപ്പിച്ചതാണ്. എന്റെ വിഷയം അതേ ആയിരുന്നില്ല, അതുപോലും ആയിരുന്നില്ല. രാമകൃഷ്ണൻ മാഷും കൃത്യമായിട്ടും രാമായണത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ആഖ്യാനങ്ങൾ പറഞ്ഞു വെച്ചു. അപ്പൊ അതിനുശേഷവും രാമനെ കുറിച്ച് അല്ലെങ്കിൽ രാമന്റെയും സീതയുടെയും ആ കഥയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വിമർശിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതെല്ലാം നമുക്കറിയാം. അതിന് പിന്നിൽ ഒരുപാട് അജണ്ടകൾ, പ്രൊപ്പഗണ്ടകളൊക്കെ നമുക്ക് സ്ഥിരം കാണുന്നതാണ്. അവർ അവിടെയും അത് പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പേരിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ രാമായണത്തിന്റെ സത്ത അനുസരിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു നീക്കം അത് ഏത് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അക്കാദമിക് അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ, സാംസ്കാരികമായിട്ട് പ്രശ്നമുണ്ട്, ഭാഷാപരമായ പ്രശ്നമുണ്ട്, സാഹിത്യമായ പ്രശ്നമുണ്ട്. ഇതൊക്കെ ചേരുമ്പോൾ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് അറിയുന്നത്, ഒരു ഔട്ട്പുട്ട് എന്താണ്, യൂണിവേഴ്സിറ്റിയുടെ ഔട്ട്പുട്ട് എന്താണ് എന്ന് ജനങ്ങൾ അറിയുമ്പോൾ അതൊരു പ്രശ്നമാണ്. യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള അക്കാദമിക് ചർച്ചകൾ പുറം ലോകം അറിഞ്ഞിട്ട് ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ സർവകലാശാലയെ കുറിച്ചുണ്ടാകുന്ന തെറ്റായിട്ടുള്ള ധാരണയാണ് പൊതുസമൂഹത്തിന് കിട്ടുക. എന്തായാലും അത് മോശമായി പോയി. അത് തെറ്റാണ് എന്നുള്ളൊരു ധാരണ എനിക്കുള്ളത്. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾ എന്താണോ അതവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് അത് നേരെ നെഗറ്റീവായിട്ടാണ് ആ യൂണിവേഴ്സിറ്റിക്ക് ബാധിക്കാൻ വേണ്ടി പോവുക. ഇതാണ് എൻ്റെ ഒരു അക്കാദമിഷ്യൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ. അതെ ശിവപ്രസാദ്, ഒരു കാര്യം കൂടി. താങ്കൾ നേരത്തെ പറഞ്ഞു അത് ഈ അക്കാദമിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം ആയിരുന്നില്ല വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. അതുതന്നെയാണ് കാരണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവരുടെ മനസ്സിൽ കൃത്യമായൊരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടല്ലേ അവർ ഈ സെമിനാറിൽ അതിനുശേഷം രാമനെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കണം എന്നുള്ളൊരു ബോധപൂർവമായ ശ്രമം ഉണ്ടായത്. അവിടെ ഹൈന്ദവ സംസ്കാരത്തെയും വിശ്വാസത്തെയും ഒക്കെ അവഹേളിക്കാം, അല്ലെങ്കിൽ അവഹേളിച്ചാലും വിഷയമില്ല, അല്ലെങ്കിൽ അവഹേളിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും? ഹൈന്ദവം എന്നുള്ള വാക്ക് നമ്മൾ എവിടെയും അവിടെ ഉപയോഗിച്ചിട്ടില്ല. അത് ജയകുമാർ സാർ ഉപയോഗിച്ചിട്ടില്ല, രാമകൃഷ്ണൻ മാഷ് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അവിടെ നമ്മൾ 3 പേരും പറഞ്ഞതിന്റെ ഒരു രത്നച്ചുരുക്കം അത് സനാതനമായിട്ടൊരു സംസ്കാരമായിരുന്നു. അതിന് ഒരുപാട് പാരമ്പര്യമുണ്ട്. അതാണ് എഴുത്തച്ഛന് ശേഷം ഞാൻ പറഞ്ഞത് പ്രധാനമായിട്ടും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും വാഗ്ബടാനന്ദനും ഒക്കെ അവർ പിൻപറ്റിയിട്ടുള്ള ആ ഒരു തത്വചിന്ത എന്ന് പറയുന്നത് സനാതനമായിരുന്നു എന്നാണ് ഞാൻ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. രണ്ടാം ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മലയാളത്തിലെ നവോത്ഥാന ആശയങ്ങളൊക്കെ തന്നെ
രണ്ടാം ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അതിന് വൈദേശികമായിട്ടുള്ള ആശയങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ ആ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ അവിടെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവിടെ ചർച്ചകൾ ഉണ്ടായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ട് ഞാൻ മറുപടിയും കൊടുത്തു. പക്ഷേ ഈ രാമായണത്തിനെതിരായിട്ടുള്ള ഈ കലാപം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാരതീയമായിട്ടുള്ള സംസ്കൃതിയോടുള്ള വെല്ലുവിളിയാണ്. ഇത് ഒരുപാട് കാലം രാമായണം ഇറങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് രാമായണത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള ആഖ്യാനങ്ങളുണ്ട്. ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്ത് വ്യത്യസ്തമായിട്ട് പല രാജ്യങ്ങളിലും ഈ രാമായണം പല രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് രാമായണത്തെ നമ്മൾ നിന്ദിച്ചത് കൊണ്ടോ രാമായണത്തിലെ കഥാപാത്രങ്ങളെ എടുത്തിട്ട് നമ്മൾ നിന്ദാപൂർവ്വം സംസാരിച്ചത് കൊണ്ടൊന്നും രാമായണത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അത് ചിരസ്ഥായിയായി നിൽക്കുന്ന ഒരു കൃതിയാണ്. അതിനെയാണ് ക്ലാസിക് കൃതികൾ നമ്മൾ വിളിക്കുന്നത്. ആ ക്ലാസിക് നിരന്തരം വായന ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും നിരന്തരം ആഖ്യാനങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ അത് ജീവിക്കുകയുള്ളൂ. അത് പക്ഷേ ഈ പറയുന്ന ഇത് വളരെ ബോധപൂർവമുള്ള ഒരു 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 രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ആഖ്യാനത്തിലേക്ക് പോകുന്നത് അപകടമാണ്. അത് കേരളീയ സമൂഹത്തിന്, ഒരു അക്കാദമിക് സമൂഹത്തിന് നല്ലതല്ല എന്നാണ് ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഞാൻ ഈ കേരളത്തിലെ പല സാംസ്കാരിക വിഷയങ്ങൾ നോക്കിക്കാണുമ്പോൾ അത് കേരളത്തിന് പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോഴാണ് അതിന്റെ വ്യക്തത മനസ്സിലാക്കാൻ പറ്റുക. ഡൽഹിയിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും കേരളത്തിലെ വിഷയങ്ങളും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിലെ പല വിഷയങ്ങളും വളരെ ബാലിശവും അടിസ്ഥാനരഹിതമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. ഒരു അക്കാഡമിഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ഇത്ര മാത്രമേ ഈ ഇതിനെക്കുറിച്ച് സംബന്ധിച്ച് പ്രതികരിക്കാനുള്ള ഒരു 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 സാധ്യതയുള്ളൂ. അതെ, വളരെ നന്ദി ശ്രീ ശിവപ്രസാദ് പ്രതികരിച്ചതിന്.